ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ വോട്ടർ ഐ ഡി കാർഡിൽ നമ്മളെ മൊബൈൽ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. അഥവാ നിങ്ങളെ പഴയ ഫോൺ നമ്പർ മാറിപ്പോയി പുതിയ ഫോൺ നമ്പറിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്കിന്ന് കാണാം, എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കിന്ന് കാണാം. സോ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ട ഫുൾ പ്രോസസ് ഈ വീഡിയോയിൽ നമ്മൾ കാണാം. സോ വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക വോട്ടേഴ്സ് ECI. എന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആകുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് വോട്ടർ ഐ ഡി കാർഡിന്റെ കൂടെ തന്നെ നമ്മളെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഫോം 8 ഒന്ന് സെലക്ട് ചെയ്യണം. അതിനു മുമ്പ് നമുക്കിവിടെ ഒരു ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളെ രജിസ്ട്രേഷൻ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വോട്ടർ ഐ ഡിയുടെ എപിക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ മുകളിൽ കാണുന്ന ക്യാപ്ചർ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ പഴയ ഫോൺ നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. അതിനെ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ ആൻഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളിപ്പോൾ പോർട്ടലിൽ ലോഗിൻ ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ വോട്ടർ ഐ ഡി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സർവീസസ് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അഥവാ ആരെങ്കിലും പുതിയതായിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഇന്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇനി നമുക്കിവിടെ ഫോം നമ്പർ 8 ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഫോം നമ്പർ 8ൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾക്കാണോ കറക്ഷൻ ചെയ്യേണ്ടത് അതോ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ അതർസിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്കാണെങ്കിൽ സെൽഫിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ എനിക്കാണ് കൊടുക്കേണ്ടത്, സോ ഞാൻ സെൽഫ് എന്ന് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡിൽ ഒരു എപിക് നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ വോട്ടർ ഐ ഡിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ടാകും. നമ്മളെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ എല്ലാം ഇവിടെ കിടക്കുന്നുണ്ടാകും, നമ്മളെ സ്ഥലം. സോ കറക്ഷൻ ചെയ്യേണ്ട സമയത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മളെ ഫ്രണ്ടിൽ ഇനിയൊരു പോപ്പപ്പ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യണം. അതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മൊബൈൽ നമ്പറിനെ എങ്ങനെ ആഡ് ചെയ്യുക അതോ കറക്ഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അതിനു വേണ്ടി നിങ്ങൾക്ക് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് കൺട്രോൾ റോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഓപ്പൺ ആകും. ഈ ഫോമിൽ കാണുമ്പോൾ മോസ്റ്റ്ലി നമ്മളെ ഇൻഫർമേഷൻ എല്ലാം ഇതിൽ ഓൾറെഡി ഫില്ലായിരിക്കും. ഏതെങ്കിലും ഇൻഫർമേഷൻ നേരത്തെ ഇല്ലായിരുന്നെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം, മാനുവലി ഫില്ല് ചെയ്യണം. നമ്മളിപ്പോൾ നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ വോട്ടർ ഐ ഡിയിലൂടെ അപ്ഡേറ്റ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ആധാർ നമ്പർ ഫുള്ളായിട്ട് ഇവിടെ കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ നമുക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ സെൽഫിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങളെ സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിൻ്റെ അഥവാ നിങ്ങളെ ആരെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡിൽ. നെക്സ്റ്റ് നിങ്ങളെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ സെൽഫ് എന്ന് കൊടുത്താൽ നിങ്ങളെ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ അച്ഛൻ്റെ അമ്മയുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യണം. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, ചില പേര് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു പോകും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആകില്ല. സോ ഇനി കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഇനിയൊരു സെക്ഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് സെലക്ഷൻ കൊടുക്കണം. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾക്ക് കുറെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. അഥവാ നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡിൽ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ കറക്ഷൻ ചെയ്യാൻ പറ്റും, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേറ്റീവ് എല്ലാം നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും, അഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത്. സോ നമുക്ക് മൊബൈൽ നമ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിൽ നമ്മൾ ഫില്ല് ചെയ്ത് അഗെയിൻ ആ സെയിം നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾ വേറെ ഒരു കറക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു ഡിക്ലറേഷൻ ഫോം കാണിക്കും. ഇവിടെ നിങ്ങൾ ഏത് സ്ഥലത്തിലാണ് ഇരുന്ന് നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നോ ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നാട്ടിന്റെ പേരായിരിക്കാം. സോ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ മുകളിൽ കാണുന്ന ക്യാപ്ച സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു OTP വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാകും. ആ OTPനെ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ഫോം ഇവിടെ കാണുന്നുണ്ടാകും. ഇതിൽ നമ്മൾ കാണേണ്ടത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. സോ നമ്മൾ അതേപോലെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തു. നേരത്തെ നമ്മൾ ഫോൺ നമ്പറാണ് അപ്ഡേറ്റ് ചെയ്തത്. സോ അതുകൊണ്ട് ഇവിടെ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് ഈ സൈൻ ഇൻ ആധാർ കാർഡിലൂടെ ഓതന്റിക്കേഷൻ ചെയ്യും. ഇത് നിങ്ങളാണോ കറക്ഷൻ ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നതാണ്.
ഇവിടെ നമുക്ക് ഈ സൈൻ ഇൻ ആൻഡ് സബ്മിറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ആധാർ കാർഡിലൂടെ ഓതന്റിക്കേഷൻ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇത് ബേസിക്കലി ഈ സൈൻ ഇൻ എന്ന് പറയും. സോ ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡിന്റെ 12 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യണം. അതിനുശേഷം വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTPനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ആധാർ കാർഡിന്റെ സൈഡിൽ നിന്ന് ഓതന്റിക്കേഷൻ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോൺ നമ്പറിന്റെ അപ്ഡേറ്റ് ചെയ്യേണ്ട റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡോക്യുമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഈ സൈനിലൂടെ ഓതന്റിക്കേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടാകും. ആ സ്ലിപ്പിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഈ സ്ലിപ്പിനെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൻസ് നമ്പർ കാണിക്കുന്നുണ്ടാകും. ഈ റെഫറൻസ് നമ്പർ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ആപ്ലിക്കേഷൻ ഏതുവരെ എത്തി, എന്തായി എന്നുള്ള ട്രാക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ വന്നിട്ടുണ്ടാകും അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അഥവാ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റേറ്റസിലൂടെ നിങ്ങളെ സ്റ്റേറ്റസ് എല്ലാം കാണാൻ പറ്റും. ഏതുവരെ നമ്മളെ ആപ്ലിക്കേഷൻ വന്നിട്ട് എന്തായി ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇതുവഴി അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ റെഫറൻസ് നമ്പർ കൊടുക്കുമ്പോൾ നമ്മളെ ട്രാക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ കാണുമ്പോൾ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. എപ്പം കറക്ഷൻ ആകുമോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. അതുവരെ ബൈ.